അനന്തരം പരീശന്മാരും സദുകരും അടുക്ക വന്നു. ആകാശത്ത് നിന്ന് ഒരു അടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവരോട് അവൻ ഉത്തരം പറഞ്ഞു, സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകും എന്നും, രാവിലെ ആകാശം മൂടി ചുവന്നു കണ്ടാൽ ഇന്ന് മഴയേക്കാൾ ഉണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു. ആകാശ നേരെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനയുടെ അടയാളം അല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. പിന്നെ അവൻ അവരെ വിട്ടുപോയി. ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുക്കാൻ മറന്നുപോയി എന്ന് യേശു അവരോട്, നോക്കുവീൻ, പരീശന്മാരുടെയും സദുക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ച് കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പം കൊണ്ടുപോരാകയാൽ ആയിരിക്കും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അത് അറിഞ്ഞിട്ട് യേശു പറഞ്ഞു, അല്പവിശ്വാസികളെ, അപ്പം വരാകയാൽ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? 5000 പേർക്ക് 5 അപ്പം കൊടുത്തിട്ട് എത്ര കൊട്ട എടുത്തു എന്ന്? 4000 പേർ 7 അപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തു എന്ന് ഓർക്കുന്നില്ലയോ? പരീശന്മാരുടെയും സദുക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞത് അപ്പത്തേക്ക് കുറിച്ചുള്ള അല്ല എന്ന് തിരിച്ചറിയാൻ എന്ത്? അങ്ങനെ അപ്പത്തിനേറെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സദുക്യരുടെയും ഉപദേശമത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ അവർ പറഞ്ഞുവെന്ന് അവർ ഗ്രഹിച്ചു. യേശു ഫിലിപ്പിയരെ കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം തന്നാറെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നുവെന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്ഥാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യെരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നുവെന്ന് അവർ പറഞ്ഞു.